ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ലൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ കറി റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു റെസിപ്പി കണ്ടു നോക്കിയോളൂ കേട്ടോ. വളരെ ടേസ്റ്റുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി കൂട്ടി തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് അല്പനേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ഇപ്പോൾ നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു സെറ്റ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അടുത്ത സെക്ഷനും വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഈ സെയിം പാനിലോട്ട് നമ്മൾ 3 മീഡിയം സൈസിലുള്ള ഓണിയൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടിയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ നമുക്ക് പോയി കിട്ടണം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഗ്രേവിയിലോട്ട് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പം നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അല്പം നേരം ഇതിങ്ങനെ ചെറിയൊരു തീയിൽ വെന്ത് എല്ലാം കൂടി നന്നായി ഒന്ന് സെറ്റായി കിട്ടട്ടെ. ഇപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ ആയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.